അല്ലാതെ ബാക്കി പറ ലവ് സ്റ്റോറി. ലവ് സ്റ്റോറി ആയിട്ടൊന്നുമില്ല, സീരിയസ്ലി അങ്ങനെ പ്രത്യേകിച്ച് സ്റ്റോറി ആയിട്ടൊന്നുമില്ല. ഇഷ്ടപ്പെട്ട റിലേഷനിലായിരുന്നു. പിന്നെ വീട്ടിൽ സംസാരിച്ചപ്പോഴത്തേക്കും ഓക്കെ ആയിരുന്നു, നോർമലായിട്ട്. ഈ 1 വർഷമായിട്ടുള്ള കല്യാണം കഴിഞ്ഞു. ആരാ പ്രപ്പോസ് ചെയ്തേ? പ്രപ്പോസ് ചെയ്തത് അങ്ങനെ ഒരു പ്രപ്പോസലായിട്ട് നടന്നിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഇപ്പോൾ മനസ്സിലാവുമല്ലോ ഇങ്ങനെ റിലേഷൻ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും, പിന്നെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും ഓക്കെ അങ്ങനെയാവാം. അവൻ ചിരിക്കുന്നു റിലേഷൻഷിപ്പ് ഒക്കെ പറയുമ്പോ. അനീഷ് നമ്മളോടത്തെ മെച്യൂരിറ്റി ഉള്ള ഒരാളാണ്. അപ്പം അവ എങ്ങനെ പ്രപ്പോസ് ചെയ്യാന്നുള്ള മനസ്സിൽ ശരിക്കും പ്രപ്പോസ് ചെയ്തില്ല? എനിക്ക് നിന്നെ ഇഷ്ടമാണ് അങ്ങനെയല്ല, പ്രപ്പോസലായിട്ടൊന്നുമല്ല. അപ്പൊ പ്രപ്പോസ് ചെയ്തിട്ടില്ലേ? വെറുതെ മനസ്സിലായോ? പ്രപ്പോസലായിട്ടൊന്നല്ല, നമ്മള് ബിഹേവ് ചെയ്യണ കാണുമ്പോഴത്തേക്ക് രണ്ടുപേർക്കും ഒരു കണക്ഷൻ കിട്ടുമല്ലോ. അതെന്താണ് അങ്ങനെ എടുത്ത്? ആ സമയത്ത് അങ്ങനെയായിരുന്നു. ഈ സമയത്ത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 2015-16 സമയത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ പിന്നെ ഇവന്മാരുടെയൊക്കെ സമയത്ത് കണക്ഷൻ. ഇവന്മാരുടെ എന്ന് പറയുമ്പോ നിങ്ങൾ 90s കിഡ്സ്, ഒരു 2K കിഡ്സ് അല്ലേ? നിങ്ങൾ തമ്മിൽ എങ്ങനെ ചേരണേ ശരിക്കും? നിങ്ങൾ മറ്റേ നമ്മള് 2K നിൽക്കും, 90s നിൽക്കും. നിങ്ങൾ പോടോ പ്രായം കൊണ്ട് നിങ്ങളൊക്കെ. കൊണ്ടല്ലേ, പ്രവൃത്തി കൊണ്ട് നമ്മൾ. അതിപ്പോ ഏജ് ഒരു ഇതൊന്നും അല്ല. പിന്നെ ഏജ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഇതുണ്ട്. ഇവന്മാരെ ട്രോളോ നിങ്ങള് 2K കിഡ്സ് ആണ് ഇങ്ങനെ? ഇവന്മാരെ ബൈക്കിലുള്ള പരാക്രമങ്ങളും ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മള് പല പരിപാടികളും അതാണ് എന്തോന്നവൻ കാണിക്കുന്നേ. ഇപ്പൊ മറ്റേ എങ്ങനെയൊക്കെയാണോ മറ്റേ വണ്ടി കുടിക്കുക? അങ്ങനെയായിരുന്നു. അവസാനം വണ്ടിയിൽ നിന്ന് കുറെ കപ്പൊക്കെ കിട്ടിയപ്പോ. അല്ല, ഇവ വീണിട്ട് ആക്സിഡന്റ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല? 3-4 പ്രാവശ്യം വീണു. എന്നിട്ട് മുഖത്ത് എന്തോ പറ്റി? അതിന്റെ ശേഷം ഷേപ്പ് ഇങ്ങനെ ആയത്? അതെ, ചെറുതായിട്ട്. മുമ്പ് നല്ല ഉണ്ട മുഖമായിരുന്നു. ഇപ്പം ഇവിടെ ഓപ്പറേഷൻ ചെയ്ത് പിന്നെ ഈ ചുണ്ട്. ആ ആക്സിഡന്റിന് ശരിക്കും പേടിച്ചോ? പഠിച്ചു എന്നിട്ട് ഇങ്ങനെ ഞാൻ മേലെ അങ്ങനെ ഒന്നും ഓടിക്കില്ല അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നേണ്. അപ്പൊ എന്നിട്ട് വീണ്ടും വീഴുന്നു. സ്ഥിരമാണോ ഇപ്പൊ ഈ വീഴ്ച? പാഷനാണ് അവൻ ഭയങ്കര. ഇപ്പൊ കാറിലോട്ട് മാറിയിട്ടുണ്ട്. ആ കാറ് പറഞ്ഞപ്പോഴാ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. മറ്റേ ഇവന്റെ കാറിന്റെ അടിയിൽ ഓട്ടൊക്കെ ഉണ്ടാവും, സുഖാണ്, അടിയിൽ എന്തെങ്കിലും കിടക്കുന്നൊക്കെ പെട്ടെന്ന് കാണാൻ പറ്റുന്നൊക്കെ. ഇവന് ഭയങ്കര എടുത്തു ചാട്ടമാണ്. ഇപ്പൊ എവിടെയെങ്കിലും ആരെങ്കിലും ഒരു കാർ ഇരിക്കുന്നു കൊള്ളാന്ന് ഇങ്ങനെ പറഞ്ഞാൽ മതി, കൊണ്ടോടും പൈസ എടുത്തോണ്ട്. എവിടെന്നെങ്കിലും പൈസ ഒപ്പിച്ചോണ്ട് പോയി മേടിക്കും. ഇപ്പൊ കയ്യിലുള്ള കാർ ഏതാ? ഇപ്പോഴത്തെ ബെറ്റർ. സ്വന്തമായിട്ട് കാറില്ലേ? 19ാമത്തെ വയസ്സിൽ സ്വന്തമായിട്ട് കാറൊക്കെ. സ്വന്തം പൈസക്ക് വാങ്ങിയോ അതോ അച്ഛൻ ഹെൽപ്പ് ചെയ്തോ? സ്വന്തം പൈസ ഒന്നുമല്ല, അമ്മയുടെ പൈസ. പിന്നെ അങ്ങനെ സ്വന്തം കാറാവോ? പിന്നെ എനിക്ക് വാങ്ങിച്ചു തരുമ്പോ പിന്നെ എന്റെ കാറല്ല. അമ്മ സ്വന്തമായിട്ട് കാറ് വാങ്ങി തന്നോ? ഇനി ബൈക്കിൽ നിന്ന് വീണ അറിയാം. കാരണം കോസ്മോ ഹോസ്പിറ്റലിൽ അവൻ ആക്സിഡന്റ് കൊണ്ടുപോയ പൈസ ഉണ്ടെങ്കിൽ അവന്റെ അടുത്തൊരു BMW കാർ ഇറക്കാനുള്ള പൈസ. കാരണം കോസ്മോ ഹോസ്പിറ്റലിൽ തന്നെ ഇപ്പൊ ഒരു പുതിയ ഒരു ഏരിയ ഇപ്പം പാർക്കിംഗ് ഡെവലപ്പ് ഇവന്റെ നോട്ടീസ് വെച്ചിട്ടുണ്ട്, ഇയാൾ വരണേ പെട്ടെന്ന് എടുത്തോണെന്ന് പറഞ്ഞിട്ട്. നോട്ടീസ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വെക്കില്ലേ, അതുപോലെ അവന്റെ ഫോട്ടോയുടെ. ചിലപ്പോ ഇവനാണ് ഈ ഹോസ്പിറ്റലിന്റെ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞ മാലത്തൊക്കെ വെക്കായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് വീടുമല്ലോ. പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു.